അങ്ങനെ നിങ്ങളുടെ കമൻസിലെ സജഷൻസ് അനുസരിച്ച് ഞങ്ങളിത് ഫെൻസിങ്ങിലാണ് കേട്ടോ. ഓരോന്നായിട്ട് ആ റൗണ്ട് ബേസിലോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കുവാണേ. കാണാൻ നല്ല രസമല്ലേ? ഇത്രയും നല്ലൊരു മരം നിൽക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഒരു ബെഞ്ചില്ലേ, പിന്നെ എന്താ അല്ലേ? അല്ലെങ്കിലും ഈ മരത്തണലയിൽ നമുക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് ചെറിയൊരു കാറ്റൊക്കെ കൊണ്ട് സംസാരിച്ചിരിക്കാൻ നല്ല രസമല്ലേ? ഞാനിത് ചെയ്യുന്നതനുസരിച്ച് ഇസൈ യുവയൊക്കെ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കും മനസ്സിൽ കാണുന്നത്. അതുപോലെ നമ്മൾ ചെയ്ത തെങ്ങിനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളാരം കല്ലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും അടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നിങ്ങളുടെ കമൻസ് അനുസരിച്ച് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ വഴിയേ വരുന്നുണ്ട്. പൊതുവെ എല്ലാവരും പറയുന്നതാണ് പിള്ളേരുമായിട്ട് എന്തെങ്കിലും ചെയ്യാനിരിക്കുമ്പോൾ മിക്കവാറും അത് വഴക്കിലായിരിക്കും അവസാനിക്കുന്നതെന്ന്. അങ്ങനെ എൻ്റെ കൂടെ വഴക്ക് കൂടി പിണങ്ങി മാറി നിൽക്കുന്നതാണേ. റീസൺസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരി വരും കേട്ടോ. ഇപ്പം തന്നെ ഈ തെങ്ങേ കയറണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീടുണ്ടാക്കിയപ്പോൾ അതിനകത്ത് കയറണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച പോലെ. ഇവരുടെ ചില റീസൺസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ കോമഡിയാണ് കേട്ടോ. ഇന്നലെ പറയുവാണ് ആപ്പിൾ ജ്യൂസ് കൊടുത്തപ്പോൾ അതിന് ആപ്പിളിൻ്റെ കളറില്ലത്രേ, അതുകൊണ്ട് ഇനി മുതൽ വേണ്ടാന്ന്. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരുമെങ്കിലും വളരെ സീരിയസ് ആയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. ഓറഞ്ച് ജ്യൂസിന് ഓറഞ്ച് കളറുണ്ടല്ലോ, പിന്നെന്താ ഇതില്ലാത്തതെന്ന് പറയുന്നതിൽ കാര്യമുണ്ടല്ലേ. പാരൻസിന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? ഇതുപോലുള്ള കോമഡി റീസൺസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവോ? അങ്ങനെ എന്നോട് പിണങ്ങി മാറിയിരുന്ന് ഒറ്റയ്ക്ക് പോയി വരയ്ക്കുവാണ്. ഇത് വരച്ചു തീരുന്നതിന് മുന്നേ തന്നെ വഴക്ക് കൂടിയ കാര്യമൊക്കെ മറന്നുപോകും. എന്നിട്ട് ഓടി വന്ന് കൊണ്ടുവന്ന് കാണിക്കും,